നമസ്കാരം. സ്മാർട്ട് ഈസി യൂണിഫോം ഫാക്ടറി മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഓവർവ്യൂ വീഡിയോ ആണിത്. സ്മാർട്ട് ഈസി യൂണിഫോം ഫാക്ടറി സോഫ്റ്റ്വെയർ ERP സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് കസ്റ്റമൈസ്ഡ് യൂണിഫോംസ് മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥാപനങ്ങളിലാണ്. ഉദാഹരണത്തിന് കസ്റ്റമൈസ്ഡ് ടീഷർട്ട്, ജേഴ്സി, അതുപോലെ ഷർട്ട്, പാൻറ്റ്, കോട്ട്, ഓവർകോട്ടുകൾ, ക്യാപ്പ്, ആപ്രോൺസ് തുടങ്ങിയ രീതിയിലുള്ള കസ്റ്റമൈസ്ഡ് യൂണിഫോം അപ്പാരൽസിൻ്റെ മാനുഫാക്ചറിങ്ങിലുള്ള സ്ഥാപനങ്ങൾക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. അവരുടെ പ്രവർത്തനം സുഗമമാക്കാനാണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ ലക്ഷ്യം. ഓക്കെ, ഈ സോഫ്റ്റ്വെയറിൽ ഞാൻ ഈ വീഡിയോയിലൂടെ ഇതിൻ്റെ ഒരു ഓവർവ്യൂ വീഡിയോ ആണ് കാണിക്കുന്നത്. അതായത് ഈ സോഫ്റ്റ്വെയറിൽ എന്തെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്, എന്തെല്ലാം ഇതിൻ്റെ ഫീച്ചേഴ്സ്, അതിന് ഇൻ്റർഫേസ് എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിക്കുക എന്നുള്ള ഉദ്ദേശം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ അഡ്മിൻ പാനൽ. ഓക്കെ, അഡ്മിൻ പാനൽ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്: ആക്ഷൻ ഏരിയ ആൻഡ് കോൺഫിഗ് ഏരിയ. കോൺഫിഗ് ഏരിയയിലാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് കാര്യങ്ങൾ ആഡ് ചെയ്യുക. സ്റ്റാറ്റ് ലിസ്റ്റിലാണ് നിങ്ങൾക്ക് ഒരു ഓർഡർ ഷീറ്റ് ഇതിൽ ജനറേറ്റ് ചെയ്യാൻ കഴിയും. ഈ ഓർഡർ ഷീറ്റിന് മുകളിൽ QR കോഡ് ഉണ്ടാവും. ഈ QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് ഇതിൻ്റെ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് പറ്റും. അതിനുള്ള സ്റ്റാറ്റസ് എൻ്റർ ചെയ്യേണ്ട ഒരു ഫീൽഡാണിത്. ഉദാഹരണത്തിന് പ്രൊഡക്ഷൻ സ്റ്റാർട്ട്, ഇൻ എംബ്രോയിഡറി, ഇൻ സബ്ലിമേഷൻ തുടങ്ങിയിട്ടുള്ള രീതിയിലുള്ളത്. പിന്നെ അക്കൗണ്ട് മാനേജ്മെൻറ്റിൽ പോയിട്ടാണ് ഇവിടെ എക്സിക്യൂട്ടീവിനെ, സെയിൽസ് സ്റ്റാഫിൻ്റെ പുതിയ അക്കൗണ്ട്, അതേപോലെ തന്നെ അഡ്മിൻസ് പുതിയ ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ അക്കൗണ്ട് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്ന ഭാഗത്താണ്. ഒരു സെക്യൂരിറ്റി പിന്ന്, ചില പേജുകൾക്കൊരു പിന്ന് ആവശ്യമായിട്ടുണ്ട്, സെക്യൂരിറ്റിൻ്റെ ഭാഗമായിട്ട് സെറ്റ് ചെയ്യേണ്ട ഭാഗമാണിത്. അത് വിശദീകരിച്ച് തരും. ഓക്കെ, ഇംപ്ലിമെൻറ്റേഷൻ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ഭാഗം ആക്ഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ ഓൾ റണ്ണിങ് ഓർഡേഴ്സ് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഡെലിവറി ഡേറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള ഡെലിവറി ആവാത്ത ഓർഡേഴ്സ് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇത് അപ്രൂവൽ പേജാണ്. ഇതിൻ്റെ മുകളിൽ എക്സിക്യൂട്ടീവ്സ്, സെയിൽസ് സ്റ്റാഫ് ഓർഡേഴ്സ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്ന ഭാഗവും വെരിഫൈ ചെയ്യുന്ന ഭാഗമാണ്. ഒരു ഓർഡർ ഷീറ്റ് ഫോർമാറ്റിന് ഇവിടെ പ്രൊവൈഡ് ചെയ്യും. അതേപോലെ തന്നെ മറ്റു പ്രൈസിങ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എഡിറ്റിംഗ് എന്തെങ്കിലും ഉണ്ട്, സെയിൽസ് സ്റ്റാഫ് മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ എഡിറ്റ് എന്നുള്ള ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. ചേഞ്ച് ചെയ്യണമെങ്കിൽ, മോക്കപ്പ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്രൂവ് ചെയ്യാനുള്ള ബട്ടൺ താഴെയുണ്ട്. ഓക്കെ, ഇതാണ് അപ്രൂവൽ പേജ്. ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. എന്തായാലും നിർബന്ധമായിട്ട് വേണ്ടൊരു ഭാഗമാണ്. കാരണം പൊതുവെ സെയിൽസ് സ്റ്റാഫ് ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ചില മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. അത് പ്രൊഡക്ഷനിൽ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പാണിത്. ഓക്കെ, പ്രൈസിങ്ങിൻ്റെ കേസും മറ്റുള്ള വെരിഫിക്കേഷനൊക്കെ ഭാഗമായിട്ട്. പിന്നെ കൊട്ടേഷൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. സെയിൽസ് സ്റ്റാഫിൻ്റെ അക്കൗണ്ടിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റും, അതേപോലെ അഡ്മിനും ജനറേറ്റ് ചെയ്യാൻ പറ്റും. കൊട്ടേഷൻ ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാർക്കറ്റിംഗ് ആൻഡ് കോഡ്സിന് അണ്ടറിലായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്രിയേറ്റ് കൊട്ടേഷൻ്റെ മുകളിൽ പോയിട്ട് അവിടെ നിന്ന് കസ്റ്റമർ ഡീറ്റെയിൽസും മറ്റുള്ള ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്ന ഭാഗം വരും. അവിടെ പ്രൊഡക്റ്റ് ആഡ് ചെയ്ത് കൊടുത്ത് അത് കൊട്ടേഷൻസും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യാവുന്നതാണ് ഈസി ആയിട്ട് കേട്ടോ. പിന്നീട് ഈ ഭാഗം എന്ന് പറയുമ്പോൾ സെയിൽസ് സ്റ്റാഫ് കൊട്ടേഷൻ അവർ അക്കൗണ്ട് ഇട്ടിട്ടുണ്ടെന്നെങ്കിൽ ഇത് ഇവിടെയാണ് വന്ന് എടുക്കുക. ഇവർ വെരിഫിക്കേഷൻ്റെ ഭാഗമാണ്. വെരിഫൈ ചെയ്ത് മാത്രമാണ് അത് അപ്രൂവലായിട്ട് കിട്ടുക. ഓക്കെ, പിന്നെ ഇവിടെ പ്രൊഡക്ട്സ്, റണ്ണിങ് പ്രൊഡക്ട്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് നിലവിൽ എത്ര പ്രൊഡക്റ്റ് റൺ ചെയ്യുന്നുണ്ട് അതിൻ്റെ കംപ്ലീറ്റ് കാറ്റഗറീസ് ഇത് വരും. ഉദാഹരണം ടീഷർട്ട്, ഇതിൻ്റെ കൂടെ മറ്റുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആപ്രോൺസോ അല്ലെങ്കിൽ ഷർട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇവിടെ ലിസ്റ്റിൽ എത്ര ഓർഡർ ഉണ്ട്, അതിൻ്റെ ടോട്ടൽ ക്വാണ്ടിറ്റി എത്ര എന്നുള്ളത് കാണിക്കും. പ്ലസ് ഐക്കൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതൊക്കെയാണെന്നുള്ളത് ഇവിടെ പ്രിൻ്റ് എടുത്ത് നോക്കാനും പറ്റും. ഓക്കെ, പിന്നെ ഇതിൽ വരുന്നത് ലീഡ്സ് എന്നുള്ള ഭാഗമുണ്ട്. ഇതൊരു CRM ആണ്. ഇവിടെ നിങ്ങൾക്ക് വരുന്ന ലീഡ്സ് അത് സോഷ്യൽ മീഡിയയിലൂടെ ആവാം, പിന്നെ അതേപോലെ തന്നെ അല്ലാന്നുണ്ടെങ്കിൽ ആഡ്സിലൂടെ ആവാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആവും. അങ്ങനെ ആ ലീഡ്സ് നിങ്ങളുടെ സെയിൽസ് സ്റ്റാഫുകൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് കേട്ടോ. ഇവിടെ നെയിം, മൊബൈൽ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൊടുക്കുക, പ്രൊഡക്റ്റിൻ്റെ പേര്, അതേപോലെ തന്നെ ഏത് സ്റ്റാഫിനാണ് അസൈൻ ചെയ്ത് കൊടുക്കേണ്ടതെന്നുള്ള ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഏത് സോഴ്സ് എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ കൊടുക്കാനും ഇവിടെ ചാർട്ട് വൈസായിട്ട് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനോട് കൂടിയിട്ട് അത് അനലൈസ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇവിടെ നിന്ന് ഡയറക്റ്റ് ഓർഡറായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൽ ഉണ്ട് കേട്ടോ. പിന്നെ പർച്ചേസ് ഓർഡറാണ്. പർച്ചേസ് ഓർഡറിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് പർച്ചേസ് ഓർഡർ പ്ലാൻ ചെയ്യാനുള്ളൊരു ഭാഗമാണത്. ഓക്കെ, അതിൻ്റെ ഓർഡർ നമ്പർ കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ഇതിലേക്ക് ആഡ് ഐറ്റം കൊടുത്തു കഴിഞ്ഞാൽ ഓർഡർ നമ്പർ അടിച്ച് ഏത് ഓർഡറിൻ്റെ കറസ്പോണ്ടിങ് ആണ് ഫാബ്രിക് അല്ലെങ്കിൽ മറ്റുള്ള കോളർ കഫ് എന്താണ് പർച്ചേസ് ചെയ്യുന്നത് അത് കൊടുത്തിട്ട് ഇതിലോട്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇവിടുന്ന് ഡയറക്റ്റ് പർച്ചേസ് ഓർഡർ കൺവേർട്ട് ചെയ്യാനും അത് ഈസിലി നമുക്ക് പർച്ചേസ് ചെയ്യുന്നത് ആരാണോ അവർക്ക് ഫോർവേഡ് ചെയ്യാനും പറ്റും. ഓക്കെ, പിന്നെ ഇൻവോയ്സ് എന്നുള്ള ഓപ്ഷനും കൂടി ഉണ്ട്. ഇൻവോയ്സ് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇൻവോയ്സ് കാര്യങ്ങൾ ജനറേറ്റ് ചെയ്യാൻ പറ്റും.
കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്ത് പോയിട്ട് കസ്റ്റമേഴ്സിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓൾറെഡി നമ്മൾ ഓർഡേഴ്സിലുള്ളതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓർഡർ നമ്പർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇമ്പോർട്ട് ആവും കസ്റ്റമർ ഡീറ്റെയിൽസ്. അതേപോലെ തന്നെ ഇൻവോയ്സിൽ പോയി കഴിഞ്ഞാലും ഇൻവോയ്സിലും ഓർഡർ നമ്പർ അടിച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ട് ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓർഡേഴ്സിനുള്ള ഡാറ്റാസും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ഇമ്പോർട്ട് ആയിട്ട് വരും. അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. എന്താണെങ്കിലും ജനറേറ്റ് ഇൻവോയ്സ് വളരെ സിമ്പിളായിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ വ്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻവോയ്സ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും കൂടി ഉണ്ട് കേട്ടോ. PDF ആയിട്ട് ഒരു പ്രൊഫഷണൽ ഫോർമാറ്റിൽ തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം, അത് കസ്റ്റമേഴ്സിന് അയക്കാം. മാത്രമല്ല ഇതിന് പേയ്മെൻറ്റ് ട്രാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇതിലൂടെ ചെയ്യാനും പറ്റും. ഓക്കെ, ഇതാണ് ഇൻവോയ്സിൻ്റെ ഫോർമാറ്റ്. പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ അൺപെയ്ഡ് ആണെങ്കിൽ ഇവിടെ അൺപെയ്ഡ് എന്ന് തന്നെ കാണിക്കും. പേയ്മെൻറ്റ്സ് കാര്യങ്ങൾ ആഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഇവിടെ പാർഷ്യലി കംപ്ലീറ്റഡ് എന്നുള്ള സ്റ്റാറ്റസിലൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ആവും. ഓക്കെ, പിന്നെ ഇവിടെ വരുന്നതാണ് ഡിസൈനർ പോർട്ടൽ എന്ന ഭാഗമുണ്ട്. ഇവിടെ നിങ്ങൾ മൾട്ടിപ്പിൾ ഡിസൈനേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഉദാഹരണം പറയുക 10 സെയിൽസ് സ്റ്റാഫ് ഉണ്ട്, ഒരു 3 ഡിസൈനേഴ്സും ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഈ ഡിസൈൻ വർക്ക് സ്പ്ലിറ്റ് ചെയ്ത് പോകണമല്ലോ, അല്ലാന്നുണ്ടെങ്കിൽ ആർക്കാണ് ഈ വർക്ക് കൊടുക്കേണ്ടത് എന്നുള്ളൊരു കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഉള്ളൊരു സിസ്റ്റമാണ്. സെയിൽസ് സ്റ്റാഫിൻ്റെ അക്കൗണ്ടിൽ നിന്ന് അവർ ഡിസൈൻ റിക്വസ്റ്റ് പ്ലേസ് ചെയ്യുന്നു, അത് ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റം തന്നെ ആരാണോ ഇപ്പോൾ വർക്ക് കുറവുള്ളത് അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനത്തെ സിസ്റ്റമാണ്. വളരെ സ്മൂത്തായിട്ട് വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ ഡിസൈനും വർക്കുകളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനുള്ള പോർട്ടലാണ്. പിന്നെയുള്ള പേറോൾ ആൻഡ് അറ്റൻഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂളുണ്ട്. നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ കംപ്ലീറ്റ് സ്റ്റാഫുകളെ ഈ സ്റ്റാഫുകളെ അറ്റൻഡൻസ് പേറോള് കാര്യങ്ങളൊക്കെ ഇതിലൂടെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ഇൻ്റർഫേസ് ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇൻ്റർഫേസ് കാര്യങ്ങളൊക്കെ വരിക. ഇവിടെ നിങ്ങൾക്ക് എംപ്ലോയീസിൽ പോയിട്ട് എംപ്ലോയീസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ റിപ്പോർട്ട്സിൽ പോയിട്ട് അവരുടെ ഓവർ ടൈം കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും. മറ്റുള്ള ലീവ് റിക്വസ്റ്റ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. പേറോൾ മാനേജ് ചെയ്യാൻ പറ്റും. ഇൻ ഔട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാൻ പറ്റും. അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ്, ഒരു അറ്റൻഡൻസ് പേറോൾ സംഭവത്തിൻ്റെ കംപ്ലീറ്റ് സൊല്യൂഷനാണ് ഈ ഒരു ടൂൾ എന്ന് പറഞ്ഞാൽ കേട്ടോ. ഓക്കെ, പിന്നെ വരുന്നത് ഇൻവെൻട്രി മാനേജർ എന്നുള്ള ഓപ്ഷനുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഓപ്ഷനാണ്. സിമ്പിളായിട്ട് നിങ്ങളുടെ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൂടുതലൊരു ഓപ്ഷനാണ്. ഇവിടെ നിങ്ങൾ എത്ര പ്രൊഡക്റ്റ് വേണമെങ്കിലും ആഡ് ചെയ്യും. ഉദാഹരണത്തിന് കാറ്റഗറൈസ് ചെയ്ത് ആഡ് ചെയ്യാം. ഇപ്പോൾ PP എന്നുള്ള ഫാബ്രിക് ഉണ്ടെങ്കിൽ അതിൻ്റെ മൾട്ടിപ്പിൾ കളേഴ്സ് ഉണ്ടാവും. ഉദാഹരണം റെഡ്, വൈറ്റ്, ബ്ലാക്ക് എന്നുള്ള പല രീതിയിലുള്ള കളേഴ്സ് ഉണ്ടാവും. അതെല്ലാം വളരെ സിമ്പിളായിട്ട് തന്നെ ഇതിലൂടെ മാനേജ് ചെയ്യാൻ പറ്റും. ന്യൂ വേരിയൻറ്റിൽ പോയിട്ട് ഇതിൽ ഓൾറെഡി മുന്നേ ആഡ് ചെയ്തിട്ടുള്ളതെന്ന് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പുതുതായിട്ട് ആഡ് ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. PP ഫാബ്രിക്കിന് ആഡ് ചെയ്യാം. അതിൻ്റെ മെറ്റീരിയൽ, ഓപ്പണിംഗ് സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ എത്ര കിലോൻ്റെ താഴേക്ക് വരുമ്പോഴാണ് ഒരു അലർട്ടായിട്ട് കിട്ടേണ്ടത് എന്നുള്ളതിൻ്റെ കിലോ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനത്തെ ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഇൻവെൻറ്ററിൻ്റെ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിലവിൽ ഏതൊക്കെ ഐറ്റംസിന് എത്രയ്ക്ക് കിലോ സ്റ്റോക്ക് ഉണ്ട്, എത്ര എണ്ണം സ്റ്റോക്ക് ഉണ്ട്, ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വരും. വളരെ സിമ്പിളായിട്ടാണ് മൊഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത്രയാണ് അഡ്മിൻ പാനൽ മെയിനായിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ സെയിൽസ് റിപ്പോർട്ട് എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. മറ്റുള്ള കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന എല്ലാ ഐറ്റംസ്, സ്റ്റാഫ് പെർഫോമൻസ് അളക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ ഇൻവോയ്സിൻ്റെ പ്രൊഫോമ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനത്തെ മുന്നുള്ള ഇൻവോയ്സ് കൊട്ടേഷൻ അപ്രൂവ് ചെയ്തിട്ടുള്ള കാണാനും അത് എഡിറ്റിംഗ് ആവശ്യമെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഒരു കംപ്ലീറ്റ് കമ്പനി മാനേജ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് എക്സിക്യൂട്ടീവ്സിൻ്റെ അക്കൗണ്ട് ഒന്ന് ലോഗിൻ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് സെയിൽസ് സ്റ്റാഫിൻ്റെ അക്കൗണ്ട് കേട്ടോ. സെയിൽസ് സ്റ്റാഫിൻ്റെ അക്കൗണ്ട് ഇതാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസൈൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതിനുള്ള ഓപ്ഷനാണത്. ഇവിടെ പോയിട്ടാണ് സെയിൽസ് സ്റ്റാഫ് അവരുടെ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്യുക. ഇവിടെ ജസ്റ്റ് പ്രൈമറി ഡീറ്റെയിൽസ് മാത്രം കൊടുക്കുന്നതോട് കൂടിയിട്ട് ഡിസൈൻസ് ആരാണോ ഇപ്പോൾ നിലവിൽ വർക്ക് കുറവുള്ള ആ ഡിസൈൻ ചെയ്യാൻ കാപ്പബിൾ ആയിട്ടുള്ള അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, മൾട്ടിപ്പിൾ ഡിസൈനേഴ്സ്, മൾട്ടിപ്പിൾ സെയിൽസ് സ്റ്റാഫുകളൊക്കെ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ആ ഭാഗം ക്ലിയർ ചെയ്യാൻ പറ്റും. ആ ഒരു ടാസ്ക് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇവിടെ ഓർഡർ പ്ലേസ് ചെയ്യുന്ന ഭാഗമാണ്. ഈ മൈ ഓർഡർ ബുക്ക് എന്നുള്ളതിൻ്റെ അണ്ടറിലായിട്ടാണ് ഓർഡേഴ്സ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുക. ഇവിടെ ന്യൂ ഓർഡറിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓർഡർ പ്ലേസ് ചെയ്യാനുള്ള ഫോമും കാര്യങ്ങളൊക്കെ വരും. ഈ ഒരു ഫോർമാറ്റിലാണ് വരിക. പ്രൊഡക്റ്റ്, അതേപോലെ കസ്റ്റമർ ഡീറ്റെയിൽസ്, ഫോൺ നമ്പർ, മറ്റുള്ള ക്ലോത്ത്, അങ്ങനത്തെ ഐറ്റംസ്, അതേപോലെ തന്നെ സൈസ് ആൻഡ് ക്വാണ്ടിറ്റീസ് ആൻഡ് പ്രിൻറ്റിങ് ടൈപ്പ്, കസ്റ്റമർ അഡ്രസ്സ് അവൈലബിൾ ആണെങ്കിൽ അത് കൊടുക്കുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തിടാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ എമൗണ്ട് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതെല്ലാം കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കൂടാതെ മോക്കപ്പ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓക്കെ, അതേപോലെ തന്നെ
ലീഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലീഡ്സ് അസൈൻ ചെയ്ത് കൊടുക്കുന്ന ഓപ്ഷൻസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ലീഡ്സ് എന്നുള്ള ഭാഗം ഉണ്ടാകും. ഈ ലീഡ്സ് എന്നുള്ള ഭാഗത്ത് അവർക്ക് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ള ലീഡ്സ് എത്രയുണ്ടോ അത് കംപ്ലീറ്റ് ഇവിടെ കാണാം. ഇതിൻ്റെ അപ്ഡേഷന് കാര്യങ്ങളൊക്കെ ഈ സെയിൽസ് സ്റ്റാഫ് എന്തൊക്കെ ഇവർ കോൾ ചെയ്യുന്നതും അതേപോലെ തന്നെ അവരെ വാട്സപ്പ് ചെയ്യുന്നതും അതിൻ്റെ ഒക്കെ ഒരു ഇവൻ്റായി ട്രിഗർ ചെയ്ത് അതിന് കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് അഡ്മിൻ പാനലും കാണാവുന്നതാണ്. ഓക്കെ. പിന്നെ ബാക്കിൽ ഇപ്പോൾ നമ്മൾ ഡിസൈൻ റിക്വസ്റ്റിനും ലീഡ്സിൻ്റെതും പറഞ്ഞു. അതല്ലാത്ത മറ്റുള്ള ഡീറ്റെയിൽസ് ഇപ്പോൾ ഓർഡർ ബുക്കിൽ കയറിയിട്ടാണ് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുക എന്നുള്ളതും പറഞ്ഞു. പിന്നെ മൈ കറൻറ്റ് ഓർഡേഴ്സിൽ പോയിട്ടാണ് നിലവിൽ റൺ ചെയ്യുന്ന ഓർഡേഴ്സ് കംപ്ലീറ്റ് കാണാൻ പറ്റുക. ജസ്റ്റ് ഈ പ്ലസ് ഐക്കണിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ മോക്കപ്പ് അടക്കം അതിൻ്റെ ഓർഡർ ഷീറ്റ് കാര്യങ്ങളൊക്കെ പ്ലേസ് ആവും കാണാൻ പറ്റും. ഓക്കെ. ഇവിടുന്ന് പിന്നെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ വീണ്ടും മുന്നേ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അഡ്രസ്സ് ഈ പച്ച ഐക്കൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ അഡ്രസ്സ് ആഡ് ചെയ്യാൻ പറ്റും. കൊറിയർ സ്ലിപ്പ് കാര്യങ്ങൾ ജനറേറ്റ് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. അതിനാണ് അതിന് ഉപകാരപ്പെടുക കേട്ടോ. ഓക്കെ. അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഇവിടെ ഉണ്ട്. പിന്നെ കംപ്ലീറ്റഡ് ഓർഡേഴ്സ് എന്നുള്ള സംഭവമുണ്ട്. മൈ പാസ്റ്റ് ഓർഡേഴ്സിൽ പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള എത്ര ഓർഡേഴ്സ് ഉണ്ട് അത് കംപ്ലീറ്റ് അവിടെ ലിസ്റ്റ് ചെയ്ത് വരും കേട്ടോ. ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ സ്റ്റെപ്പാണ്. വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ റെഡി ഫോർ ഡെലിവറി എന്നുള്ള ഓപ്ഷൻസ് ഉണ്ടല്ലോ, റെഡി ഫോർ ഷിപ്പിംഗ് എന്നുള്ള ഓപ്ഷൻ, ആ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ മൈ കറൻറ്റ് ഓർഡേഴ്സ് എന്നുള്ള മൈ ലോജിസ്റ്റിക്സ് എന്ന ഭാഗത്തേക്ക് നേരെ കൺവേർട്ട് ആവുന്നതാണ്. ഓക്കെ. അതായത് മൈ ഡിസൈൻ റിക്വസ്റ്റിൽ പോയത് ആ ഡിസൈൻ റിക്വസ്റ്റ് പ്ലേസ് ചെയ്യുന്നു. ഡിസൈൻ കൺഫേം ആയി കഴിഞ്ഞാൽ ഓർഡർ ബുക്കിൽ എൻ്റർ ചെയ്യുന്നു. ഓർഡർ ബുക്കിൽ നിന്ന് മോക്കപ്പ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മൈ കറൻറ്റ് ഓർഡർക്ക് വരുന്നു. മൈ കറൻറ്റ് ഓർഡറിൽ നിന്ന് വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ലോജിസ്റ്റിക്സ്ക്ക് വരുന്നു. അവിടെ നിന്ന് വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മൈ പാസ്റ്റ് ഓർഡേഴ്സ് എന്നുള്ളതിലേക്ക് വരും കേട്ടോ. ലീഡ്സ് പിന്നെ ലീഡ് കാര്യങ്ങൾക്ക് മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻ ആ സ്റ്റെപ്പായിട്ട് തന്നെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ. ഇത്രയാണ് മെയിനായിട്ട് എക്സിക്യൂട്ടീവിൻ്റെ ഭാഗത്തുനിന്നും അതേപോലെ തന്നെ അഡ്മിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇൻ്റർഫേസിൻ്റെ കാര്യങ്ങൾ കേട്ടോ. ഇത് മാത്രമല്ല, ഡെലിവറി സ്ലിപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ അത് സെർച്ച് ചെയ്തെടുക്കാനും അതേപോലെ തന്നെ അത് അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെ പറ്റും കേട്ടോ. ഉദാഹരണം പറയാം, ഈ ഒരു കസ്റ്റമർ ബജാജ് എന്നുള്ള കസ്റ്റമർ ഉണ്ട്. പ്ലസ് ഐക്കണിൻ്റെ മുകളിൽ ഞാൻ സെർച്ച് ചെയ്തെടുക്കുകയാണ്. ഇതിന് ലോജിസ്റ്റിക്സ് പാനൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുണ്ട് കേട്ടോ. എന്നാലും ഞാൻ എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കാണിച്ചു തരാണ്. വ്യൂ ഡെലിവറി സ്ലിപ്പിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി സ്ലിപ്പ് ചെയ്യേണ്ട സ്ലിപ്പിൻ്റെ ഫോർമാറ്റ് വരും. ഇവിടെ എഡിറ്റ് ഐക്കണിൽ കൊടുത്തു കഴിഞ്ഞാൽ നിലവിൽ അഡ്രസ്സൊന്നും ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ. ഡെമ്മി കാണിക്കുകയാണ്. കൊറിയർ ഏതാണ് അയക്കണം എന്നുള്ളത് നമുക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ആ കൊറിയറിൻ്റെ അഡ്രസ്സും കൂടി കൊടുക്കാം. അത് ഈ റെയിൽവേ സ്ലിപ്പിൽ അപ്ഡേറ്റ് ആവുന്നതാണ് കേട്ടോ. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ കൊടുക്കാം. ക്ലോസ് ചെയ്യാം. റീഫ്രഷ് അടിച്ച് കഴിഞ്ഞാൽ നോക്കണ്ടോ ഇവിടെ ഡീറ്റെയിൽസ് കസ്റ്റമർ ഡീറ്റെയിൽസ് വന്നു. ഡെലിവറി ഷിപ്പിംഗ് അഡ്രസ്സ് മറ്റുള്ള ഡീറ്റെയിൽസ് ഇൻവോയ്സ് നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ വരും. ഇത് ഓഫീസ് പർപ്പസിനായിട്ട് ഉപയോഗിക്കുക. ഈ QR കോഡ് ഉപയോഗിച്ചിട്ട് ഈ ഓർഡർ ക്ലോസ് ചെയ്യാനും പറ്റും കേട്ടോ. ഈ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ. ഇത്രയാണ് ഓവർവ്യൂ, ഈ സോഫ്റ്റ്വെയറിൻ്റെ ഓവർവ്യൂ വരുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള ട്രെയിനിങ് എന്തായാലും സംശയങ്ങളുണ്ടാവും. നിലവിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ട്രെയിനിങ് നമ്മളെന്തായാലും ഇംപ്ലിമെൻറ്റേഷൻ സമയത്ത് പ്രൊവൈഡ് ചെയ്യും, A to Z കാര്യങ്ങൾ. ഓക്കെ. താങ്ക് യു.